بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. സത്യവിശ്വാസികളെ, അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മയും കുടുംബത്തെ മരണപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ ഖുർആനിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒരു സത്യവിശ്വാസി പഠിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അള്ളാഹുവിനെ ബോധ്യപ്പെടുന്ന നിരവധി വചനങ്ങൾ അവൻ്റെ മുന്നിൽ അള്ളാഹു തുറന്നു കാണിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെ ബോധ്യപ്പെടാനുള്ളതാണ്. ഖുർആൻ മുഴുവനും അതിനു വേണ്ടിയിട്ടുള്ളതാണ്. എന്നാലും ചില ആയത്തുകളുടെ പ്രത്യേകമായ അവതരണ ശൈലിയും അതിൽ പ്രതിപാദിക്കുന്ന വിഷയത്തിന്റെ ഗൗരവവും അതിൻ്റെ സൗന്ദര്യവും അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തി തരികയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ചില ആയത്തുകളിലൂടെ ഒന്ന് നമ്മൾ ചിന്തിച്ച് പഠിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ നന്നാവാൻ അത് തന്നെ ധാരാളമാണ്. അള്ളാഹുവിനെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഏത് ഭാഗത്തും ജീവിതത്തിൽ ബന്ധപ്പെടുന്ന തലങ്ങളിലും നമ്മുടെ ശാരീരിക, വൈയക്തിക, സാമൂഹിക നേട്ടങ്ങളിലൊക്കെ അനുഗ്രഹങ്ങളിലൊക്കെ അള്ളാഹുവിൻ്റെ ഇടപെടൽ ഉണ്ട് എന്നത് തീർച്ചപ്പെടുത്തുന്ന ആയത്തുകൾ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആം പതിവായി പാരായണം ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്ക് ധാരാളം പതിവായി പാരായണം ചെയ്യപ്പെടേണ്ട സൂറത്തുകളിൽ ഇതുപോലുള്ള ആയത്തുകൾ ഒരുപാട് കാണാനുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പതിവായി പാരായണം ചെയ്യപ്പെടുന്ന പ്രത്യേക പ്രോത്സാഹനമുള്ള അധ്യായങ്ങളിൽ ഇത്തരം ആയത്തുകൾ മനുഷ്യൻ ഏതെങ്കിലും ഒരു സമയത്ത് ശ്രദ്ധിക്കുകയോ പഠിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതുവഴി അവനുണ്ടാകുന്ന ആത്മീയ നേട്ടം വലുത് തന്നെയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പതിവായി പാരായണം ചെയ്യാൻ കഴിയുന്നത്. സൂറത്തുൽ അൻആം അതിന്റെ 59 മുതൽ 65 കൂടിയ ആയത്തുകൾ നമ്മുടെ മുന്നിൽ അള്ളാഹുവിനെ അവതരിപ്പിക്കുകയാണ്. ആ ആയത്തുകളുടെ വളരെ ഹ്രസ്വമായ രീതിയിലുള്ളൊരു വ്യാഖ്യാനമാണ് നമ്മുടെ ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയിൽ ആഗ്രഹിക്കുന്നത്. അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകട്ടെ, അമൽ ചെയ്യാനുള്ള ഭാഗ്യം നൽകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇൻദഹു മഫാത്തിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാഹു ويعلم ما في البر والبحر وما تسقط من ورقة إلا يعلمها ولا حبة في ظلمات الأرض ولا رطب ولا يابس إلا في كتاب مبين. സുദീർഘമായി പോകുന്ന ആയത്തുകൾ അള്ളാഹു പറയാണ്, അള്ളാഹിന്റെ അടുക്കൽ സ്ഥിരപ്പെട്ടിരിക്കാണ്. അള്ളാഹുവിന്റെ അടുക്കലാണ് മഫാത്തിഹുൽ ഗൈബ്, അദൃശ്യജ്ഞാനങ്ങളുടെ താക്കോൽ കൂട്ടം അള്ളാഹുവിന്റെ കയ്യിലാണ്. നമുക്ക് കണ്ണിൽ നിന്നും മറഞ്ഞു നിൽക്കുന്ന, നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത പലതുമുണ്ട്. അതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരം അള്ളാഹുവിന്റെ അടുക്കലാണ്. അതിന്റെ താക്കോൽ കൂട്ടങ്ങൾ അള്ളാഹുവിന്റെ കയ്യിലാണ്. ഈ താക്കോൽ കൂട്ടം എന്ന പ്രയോഗം തന്നെ അത് ഭദ്രമായി അടച്ചു പൂട്ടി വെച്ചിരിക്കുകയാണ്. ആർക്കും അങ്ങോട്ട് ഓടി അങ്ങ് ചെല്ലാൻ കഴിയില്ല. അള്ളാന്റെ കയ്യിലുള്ളതാണ്. അള്ളാന്റെ കയ്യിലുള്ളത് ഭദ്രം തന്നെ, എന്നാലും അതിനെ അടച്ചു പൂട്ടി വെച്ചിരിക്കാം. അവിടെ നിന്ന് മനസ്സിലാക്കാം, ഇടക്കവനത് തുറന്ന് ആർക്കോ കൊടുക്കാൻ വെച്ചിട്ടുണ്ട്. അമൂല്യമായതുകൊണ്ട് അടച്ചു പൂട്ടി വെച്ചത് ആർക്കോ കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അള്ളാഹു നമുക്ക് തരട്ടെ. അള്ളാഹുവിന്റെ ഗൈബ് എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം അദൃശ്യം എന്ന് നമ്മൾ പറയുന്ന എല്ലാം അള്ളാഹുവിന് ദൃശ്യമാണ്. അദൃശ്യം എന്നത് സൃഷ്ടികളുടെ ഇടയിലുള്ള ഒരു ചിന്തയാണ്. അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അത് വെളിവാക്കി കൊടുക്കും. അവന്റെ അമ്പിയാക്കൾക്കും മൗലിയാക്കൾക്കും ഒക്കെ വെളിവാക്കി കൊടുക്കാറുണ്ട്. ഇഷ്ടദാസന്മാർക്ക് ചിലത് അള്ളാഹു അറിയിച്ചു കൊടുക്കും. അദൃശ്യം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടാത്തത്, കണ്ണിലെത്താത്തത്, ആർക്കും പ്രവചിക്കാൻ കഴിയാത്തത് പ്രവചിക്കാൻ കഴിയുന്നവരൊക്കെ ഉണ്ടായിരുന്നു.
അങ്ങനെയുള്ളവർ ലോകത്തുണ്ട്. മഹാന്മാരായ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും അത് കഴിയും. അപ്പോൾ അള്ളാഹു അത്തരത്തിലുള്ള രഹസ്യ ജ്ഞാനങ്ങളെ പൂട്ടി ഭദ്രമാക്കി വെച്ചിരിക്കാം അള്ളാഹു ഉദ്ദേശിച്ചവർക്ക്. അതിന്റെ ഒരു ഉദാഹരണമാണ് മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഖദർ അലൈഹിസ്സലാമുമായിട്ടുള്ള യാത്രയിൽ മൂസ നബിക്ക് അറിയാത്ത പല രഹസ്യങ്ങളും ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം പ്രകടിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അതിന് ഉൾക്കൊള്ളാൻ കഴിയാതെ ആ യാത്ര ഇരുവരും പിരിയുന്ന രംഗം സൂറത്തുൽ കഹ്ഫ് പറയുന്നതും ഈ അദൃശ്യമായത് പലതും അള്ളാഹു മഹാനായ മൂസ നബിക്ക് അദൃശ്യമായത് പലതും ഖദർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വ്യക്തമാക്കി കൊടുത്തു എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹു അത് അവന്റെ അടുക്കൽ വെച്ചിരിക്കുന്നത് അവന് ഇഷ്ടമുള്ളവർക്ക് അവൻ അത് അറിയിച്ചു കൊടുക്കാറുണ്ട്. ലാ യഅലമുഹ ഇല്ലാഹു വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ. ഒന്ന് ആലോചിച്ച് നോക്കണേ, കരയിലും കടലിലുമുള്ള എല്ലാം അവൻ അറിയും. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ. അള്ളാഹുവിന്റെ അറിവിന്റെ പരിധി എന്നല്ല, പരിധിയില്ല, അങ്ങനെ പറയാനേ പാടില്ല. അള്ളാഹുവിന്റെ അറിവിന്റെ വിശാലത കരയിലും കടലിലും എന്ന് നമ്മോട് പറയാൻ കാരണം കരയും കടലും അല്ലാത്ത ഇടമുണ്ട്. നമുക്കൊന്ന് ബോധ്യമാവാൻ നമ്മൾ അടുത്ത് നിന്ന് കണ്ടത് കരയും കടലും ഉള്ളൂ. എന്നാലോ അത് അടുത്ത് നിന്ന് കണ്ടതും ഇല്ല. എവിടെയാ കര മുഴുവനും കണ്ടത്? ഇന്ത്യ മഹാരാജ്യത്തിന്റെ വിശാലതയിൽ തന്നെ പൂർണ്ണമായും സഞ്ചരിക്കാൻ കഴിയാത്തവരാ നമ്മള്. നമ്മുടെ നാട്, നമ്മുടെ പഞ്ചായത്ത് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. ആ നമ്മോട് പറയാണ് കരയിലും കടലിലുമുള്ള എല്ലാം എല്ലാം എല്ലാം. ഒരു ഉറുമ്പ് സഞ്ചരിക്കുന്നതിന്റെ കാൽ പെരുമാറ്റവും ചുവടുവെപ്പിന്റെ കൃത്യമായ വേഗതയും അറിയുന്നവനാണല്ലോ. അതൊന്നുമല്ല, അതിനപ്പുറം ഉണ്ട്. പക്ഷെ നമുക്ക് ബോധ്യമാകുന്ന ഒരു ഭാഷയുണ്ടല്ലോ. അള്ളാഹു നമുക്ക് കരുണ ചെയ്യട്ടെ. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ. ഒരു കരിയില അടർന്നു വീഴുന്നതും അള്ളാഹു അറിയുന്നേ. ഒരു കരിയിലയും ഇവിടെ അടർന്നു വീഴുന്നില്ല, ഒരു ഉണങ്ങിയ ഇല താഴെ പതിക്കുന്നില്ല അള്ളാഹുവിന്റെ അറിവ് കൊണ്ടല്ലാതെ. അത്രയും അവൻ അറിയുന്നുണ്ട്, അത്രയും അവൻ അറിയുന്നുണ്ട്. വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാത്തിൽ അർളി. ഈ ഭൂമിയുടെ ഏതോ ഒരു കോണിൽ ഒരു നെൽമണി ഉണ്ടായിരുന്നു, ഒരു അരിമണി ഉണ്ടായിരുന്നു, ഒരു ധാന്യം. അതും അവൻ അറിഞ്ഞു അതെവിടെ എന്ന്. വലാ റതബ വലാ യാബിസ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാം അവന്റെ അടുക്കൽ കണക്കുള്ളതാണ്, കൃത്യമായ രേഖയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ ആയത്ത് തുടങ്ങിയത് അള്ളാഹുവിന്റെ അടുക്കൽ രഹസ്യങ്ങളുടെ, അതായത് അദൃശ്യ ജ്ഞാനങ്ങളുടെ താക്കോൽ കൂട്ടുണ്ടെന്നാണ്. ഏകദേശം അതേക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു വചനം വേറെ ഖുർആനിൽ തന്നെ ഉണ്ട്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സൂറത്തുൽ അൻആമിന്റെ ഈ ആയത്തിന്റെ വ്യാഖ്യാനം എന്നോണം സൂറത്തുൽ ലുഖ്മാന്റെ 34-ാമത്തെ ആയത്ത് ഓതി പറയാറുണ്ട്. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അദൃശ്യജ്ഞാനങ്ങളുടെ താക്കോൽ കൂട്ടങ്ങൾ എന്ന് പറഞ്ഞല്ലോ, പ്രധാനമായും അത് 5 കാര്യങ്ങളാണ്. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ് സാഅ. ഒന്ന്, ഖിയാമത്ത് നാൾ എപ്പോഴാണ് എന്നത്. 2, വയുനസ്സിലുൽ ഗൈസ, മഴ എപ്പോഴാ പെയ്യ എന്നത്, കാലാവസ്ഥാ പ്രവചനം. 3-ാമത്തത് വയഅലമു മാ ഫിൽ അർഹാം, ഗർഭ അവസ്ഥയിലുള്ള കുഞ്ഞിനെ കുറിച്ചുള്ള സർവ്വകാര്യങ്ങളും. അത് അള്ളാന്റെ അടുക്കൽ മാത്രമേ ഉള്ളൂ. അപ്പൊ പറയും സ്കാൻ ചെയ്ത് അറിയാൻ പറ്റാതെ, അതൊക്കെ ഏകദേശം അവിടെ ഒരു നിഴൽ പോലെയുള്ള എന്തോ ഒരു അനുഭവം എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് അതിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് പലപ്പോഴും സ്കാനിങ് റിപ്പോർട്ടും അതൊന്നുമല്ല. അതിനപ്പുറത്തേക്ക് സ്കാനൊക്കെ വരുന്നതിന് മുമ്പ്, സ്കാൻ ചെയ്ത് അതിനെ നിർണയിക്കുന്നതിന് മുമ്പ് ഗർഭ അവസ്ഥയിലുള്ളതിനെ കുറിച്ചുള്ള സർവ്വകാര്യങ്ങളും അറിയുന്നത് അള്ളാന്റെ ഒരു വല്ലാത്ത അറിവ് തന്നെയാണ്. അതുപോലെ തന്നെ വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ, ഭാവിയിൽ ഓരോ ശരീരത്തിനും എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നത് അള്ളാന്റെ കയ്യിൽ മാത്രമേ അതേക്കുറിച്ചുള്ള അറിവുള്ളൂ. വമാ തദ്രി നഫ്സും ബി അയ്യി അർളിൻ തമൂത്ത്, ഓരോ ശരീരവും എവിടെയാ മരിച്ചു വീഴ എന്നതും അള്ളാഹുവിന്റെ കയ്യില് അതിനെക്കുറിച്ചുള്ള അറിവുള്ളൂ. ഇന്നല്ലാഹ അലീമുൻ ഖബീർ. ഈ ആയത്തിൽ പറയപ്പെട്ട രഹസ്യജ്ഞാനങ്ങൾ എന്നതിനെ അടിസ്ഥാനപരമായി ഇങ്ങനെ 5 കാര്യങ്ങൾ കൊണ്ട് മറ്റൊരു ആയത്ത് വെച്ചുകൊണ്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അവിടെയൊക്കെ വലിയ ചർച്ചകൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളുടെ ഇടയിലും വലിയ ചർച്ചയുണ്ട്. ഒരു ഇല വീഴുന്നത് അള്ളാഹുവിനറിയാം. ഇല വീഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ സ്വഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മാമിൻ ഷജറത്തിൻ ഫീ ബർരിൻ വലാ ബഹരിൻ ഇല്ലാ വമലക്കുൻ മുവക്കലും ബിഹാ. അള്ളാഹുവിന്റെ എണ്ണം തിട്ടപ്പെടുത്താൻ കഴിയാത്ത വലിയ സംഖ്യ എന്ന് പറയാൻ പറ്റുന്ന അത്രയും എണ്ണപ്പെരുപ്പമുള്ള അവന്റെ സൈന്യം, അവന്റെ മലക്കുകൾ ഈ ഭൂമിയിലെ കരയിലും കടലിലുമുള്ള ഏതൊക്കെ ചെടി വൃക്ഷങ്ങളുണ്ടോ അതിന്റെ എല്ലാം ഇലകളിൽ ഓരോന്നിനെ എണ്ണാൻ ഓരോ മലക്ക് ഉണ്ട് എന്ന മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹദീസിന്റെ പശ്ചാത്തലത്തിൽ ഈ ആയത്തിന് വ്യാഖ്യാനം കൊടുത്തത്. ഒരു ഇലയെങ്ങാനും അടർന്ന് താഴെ വീണ് കഴിഞ്ഞാൽ അതേക്കുറിച്ചുള്ള കൃത്യമായ വിവരം രേഖപ്പെടുത്തുന്നവരാണ് ഓരോ മരത്തിന്റെയും ഇലയുടെ കൂടെ നിൽക്കുന്ന മലക്കുകൾ. എത്ര കോടി മലക്കുകൾ ഉണ്ടാവും അള്ളാഹുവിന്റെ സൃഷ്ടികൾ, അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്തുന്ന ആയത്തുകളാണ്. അതുപോലെ തന്നെ വീണ്ടും സൂറത്തുൽ അൻആമിന്റെ അടുത്ത ആയത്തിലേക്ക് വരുമ്പോൾ, വഹുവല്ലദീ യതവഫാകും ബില്ലൈൽ വയഅലമു മാ ജറഹ്തും ബിന്നഹാർ ثم يبعثكم فيه ليقضى أجل مسمى ثم إليه مرجعكم ثم ينبئكم بما كنتم تعملون. ആരാണ് അല്ലാഹ്? അല്ലദീ യതവഫാകും ബില്ലൈൽ, രാത്രി കാലങ്ങളിൽ അവൻ നിങ്ങളെ മരിപ്പിക്കുന്നവനാണ് അല്ലാഹ്. രാത്രി മരണം, അതായത് ഉറക്കം. അതുപോലെ തന്നെ വയഅലമു മാ ജറഹ്തും ബിന്നഹാർ, പകലിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൃത്യമായി അവൻ അറിയുന്നവനാ. രാത്രിയിലേയും അറിയുന്നുണ്ട്. എന്നാലും നമ്മുടെ ഒരു ദിനചര്യയെ കുറിച്ച് അവതരിപ്പിക്കാം. രാത്രി നമ്മെ മരിപ്പിക്കുന്ന അവൻ, പകൽ നാം ചെയ്യുന്ന എല്ലാം അറിയുന്ന അവൻ. അതായത് നമ്മെ കൃത്യമായി നിരീക്ഷിക്കുന്ന ഒരു വലിയ ക്യാമറയാണ് അള്ളാഹ്. അള്ളാഹു എല്ലാം കണ്ടുകൊണ്ടിരിക്കുക, എല്ലാം ഇങ്ങനെ അവന്റെ അടുക്കൽ രേഖയാണ്. അള്ളാഹു നമുക്കൊരു അവധി നിശ്ചയിച്ചിട്ടുണ്ട്, അവിടെ വരെ ജീവിച്ചു തീർക്കണം. അവധി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്കില്ല. അള്ളാഹു നിങ്ങൾക്ക് മരണം എന്ന ഉറക്കം, അല്ലെങ്കിൽ ഉറക്കം എന്ന മരണം, അത് കഴിഞ്ഞ ഒരു പുനർജീവിതം പകലിൽ സംവിധാനിക്കുക. ഒരു ഹദീസ് കേട്ടോളൂ. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മഅകുല്ലി ഇൻസാനിൻ മലക്കുൻ ഇദാ നാമ അഖദ നഫ്സഹു വയറുദ്ദുഹു ഇലൈഹി ഫഇൻ അദിനല്ലാഹു ഫി ഖബ്ദി റൂഹിഹി ഖബ്ലഹു വഇല്ലാ റദ്ദ ഇലൈഹി. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ റൂഹ് ഒരു മലക്ക് പിടിക്കുന്നുണ്ടെന്നാ. എന്ന് പറഞ്ഞാൽ മരണതുല്യമായ ഒരു അവസ്ഥയാണ് ഉറക്കം. അതുകൊണ്ടാണ് ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്നവർ പറയുന്ന ദിക്ർ പോലും അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. അല്ലാഹുവേ നിനക്ക് സ്തുതി, ഞങ്ങളെ നീ മരിപ്പിച്ചിട്ട് ജീവിപ്പിച്ചിരിക്കുകയാണ്. മരിച്ചു ജീവിച്ചു വന്ന അവസ്ഥ എന്ന രീതിയിൽ ഉറക്കത്തിൽ നിന്നും ഉണരുന്ന അവസ്ഥ, ഒരു മരണശേഷമുള്ള പുനർജീവിതം, ആ ഒരു അനുഗ്രഹത്തെ ഓർത്തുകൊണ്ട് പ്രഭാതത്തിൽ ആദ്യം ഉച്ചരിക്കാണ് അൽഹംദുലില്ലാ എന്നത്. ഉറക്കം അഥവാ മരണം മനുഷ്യന്റെ ശരീരത്തിന്റെ അടിസ്ഥാന അവസ്ഥ അതാ. സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് ഉണർച്ചയെ റൂഹിന്റെ രൂപത്തിൽ അങ്ങ് പ്രവേശിപ്പിക്കുക. എഴുന്നേറ്റപ്പോ അൽഹംദുലില്ലാ പറഞ്ഞത് പറയാൻ വേണ്ടി അള്ളാഹു തുമ്മുക എന്നൊരു പ്രവർത്തനം കൊണ്ട് മഹാനവരുകളെ കൊണ്ട് ചെയ്യിക്കുകയും ചെയ്തു. അത് തന്നെ നമ്മൾ ഓരോ ദിവസം ചെയ്യുന്നത്. ആദം നബിയുടെ ശരീരത്തിൽ ജീവൻ വന്നപ്പോ മഹാനവരുകൾ എഴുന്നേറ്റ് ജീവൻ വന്നപ്പോ ശരീരത്തിന്റെ വലിയൊരു പ്രതികരണം, ഒരു തുമ്മൽ, ശേഷം അൽഹംദുലില്ലാ പറഞ്ഞു. എന്ന പോലെ നമ്മൾ ഓരോരുത്തരും പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നു. നമ്മുടെ തുടക്കവും ആ റൂഹ് എന്ന പോലെ നമ്മൾ അൽഹംദുലില്ലാ കൊണ്ട് പറയാണ്, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. ഞാൻ മരിച്ചിരിക്കായിരുന്നു കഴിഞ്ഞ രാത്രി, എന്നെ ജീവിപ്പിച്ച അല്ലാഹ് നിനക്ക് സ്തുതി. എന്തോ ഒരു ചിന്തനീയമായ ദിക്റുകളാണ് ഇതൊക്കെ. ഏതായാലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഓരോരുത്തരും ഉറങ്ങുമ്പോൾ അവന്റെ റൂഹ് മലക്ക് പിടിക്കുന്നുണ്ട്. എന്നിട്ടോ ആ മലക്ക് ആ റൂഹ് അവനിലേക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട്. യഥാർത്ഥത്തിലുള്ള ഒരു റൂഹ് പിടുത്തം അവിടെ ഉണ്ടാവാൻ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ ഒരിക്കലും ഈ മലക്ക് ആ റൂഹിനെ തിരിച്ച് ഏൽപ്പിക്കില്ലെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഫ്സീർ ഇബ്നു കസീർ ഇത് രേഖപ്പെടുത്തുന്നതായി കാണാം. അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്തുന്ന
അടുത്ത ആയത്ത് وهو القاهر فوق عباده ويرسل عليكم حفظة حتى إذا جاء أحدكم الموت توفته رسلنا وهم لا يفرطون. തന്റെ അടിമകളെ അടക്കി ഭരിക്കുന്നവനാണ് അല്ലാഹ്. അതോടൊപ്പം അവൻ കരുണയും. എത്ര കണ്ട് അള്ളാഹുവിന്റെ വിശാലതയെ ചിന്തിക്കുന്നുവോ അത്ര കണ്ട് അവനോടൊപ്പം, ആ വിശാലതയോടൊപ്പം സമാന്തരമായി നിൽക്കുന്നതാണ് അവന്റെ സ്നേഹവും കരുണയും. അള്ളാഹു കരുണ ചെയ്യട്ടെ. അള്ളാഹുവിന് എത്ര വലുതാണ് എന്ന് ബോധ്യപ്പെടുന്നു, അത്രയും അവന്റെ കാരുണ്യവും വലുതാണ് എന്ന് ബോധ്യപ്പെട്ടു പോവാം. തന്റെ അടിമകളിൽ വിശാലമായ അധികാരത്തിന്റെ സർവമായ പ്രൗഢിയും കൊണ്ടു നടക്കുന്നവനാണവൻ. ويرسل عليكم حفظة حتى إذا جاء أحدكم الموت توفته رسلنا وهم لا يفرطون. ഒരിക്കലും ഏറ്റെടുത്തതിൽ വീഴ്ച വരുത്താത്തവരായ അവന്റെ മലക്കുകളെ നിങ്ങളെ തിരിച്ചു വിളിക്കാൻ വേണ്ടി, നിങ്ങളുടെ റൂഹ് എടുക്കാൻ വേണ്ടി നിങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നവനാണ് അല്ലാഹ്. ഒരിക്കലും വീഴ്ച വരില്ല അതില്. എത്ര വലിയ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറാണെങ്കിലും അയാളുടെ പ്രവർത്തനത്തിൽ എവിടെയെങ്കിലും ഒരു വീഴ്ചക്ക് സാധ്യതയുണ്ട്. എത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരു വർക്ക്ഷോപ്പിലെ പണിക്കാരനാണെങ്കിലും, ഏതൊരു ജോലിയുടെ അഭ്യാസം കൈകൊണ്ട് അമ്മാനമാടുന്ന വലിയ സാഹസികമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന എത്ര എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിലും സൃഷ്ടിയാണോ, വീഴ്ചകൾ പ്രതീക്ഷിക്കാം. തലമുടി വെട്ടുന്ന ബാർബർ ഷോപ്പിലെ അദ്ദേഹത്തിന് ഒരു 40 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവും. എന്നാലും ഇടയ്ക്ക് ഒരു കത്രികപ്പാടൊക്കെ എവിടെയും വരാം, സംഭവിക്കാം. പക്ഷെ അങ്ങനെ വരില്ല, വീഴ്ച വരില്ല എന്ന ഒരവസ്ഥ തന്നെ ജന്മനാൽ കിട്ടിയിട്ടുള്ള അനുഗ്രഹീത വിഭാഗമാണ് മഹാന്മാരായ മലക്കുകൾ. അവരെ ഏൽപ്പിച്ചിരിക്കുന്നത് സൃഷ്ടികളെ റൂഹ് പിടിച്ച് അങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വരുമ്പോൾ മഹാനായ ഇസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നത് ഒരു സംഘമായിട്ടാണ് വരുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, അങ്ങനെ വന്നിട്ട് ശരീരത്തിൽ നിന്നും റൂഹിനെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ 4 സംഘം മലക്കുകൾ വന്ന് കാലിന്റെ പെരുവിരൽ മുതൽ മുട്ടുവരെ ഒരു സംഘം, മുട്ടു മുതൽ 2ാമത്തെ സംഘം പ്രവേശിക്കുന്നു ഒരു മനുഷ്യന്റെ പൊക്കിള് വരെ, 3ാമത്തെ സംഘം പൊക്കിളിൽ നിന്നും നെഞ്ച്, തൊണ്ടക്കുഴി, 4ാം സംഘം അവിടെ എത്തുമ്പോൾ തൊണ്ടക്കുഴിയുടെ കറക്റ്റ് അതിന്റെ പോയിന്റിൽ വരുമ്പോഴാ ഇസ്രായേൽ ഇടപെട എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. യുഖ്രിജൂന റൂഹ മിനൽ ജസദി ഫയഖ്ബിദുഹാ മലക്കുൽ മൗതി ഇദൻതഹത് ഇലൽ ഹുൽഖൂം. തൊണ്ടക്കുഴിയുടെ കൃത്യമായ ഒരു പോയിന്റ് ഉണ്ട്, അവിടെ വരുമ്പോൾ മൂപ്പരെടുക്കുക. അപ്പൊ മഹാനവറുകൾക്ക് ലിമലക്കുൽ മൗതി അഅ്വാനും മിനൽ മലായിക, കൂടെ കുറെ മലക്കുകൾ സഹായത്തിന് ഉണ്ട് മഹാനായ ഇസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഹബീബ് പറഞ്ഞതായി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നൽ മയ്യിത തഹ്ദുറുൽ മലായികതു ഫഇദാ കാന റജുലു സ്വാലിഹു ഖാല ഖുറുജി അയ്യതുഹൻ നഫ്സു ത്വയ്യിബ കാനത് ഫിൽ ജസദി ത്വയ്യിബ്. ഒരു അള്ളാഹുവിന്റെ മലക്കുകൾ ഒരു മനുഷ്യന്റെ മരണസമയത്ത് വരുന്നുണ്ട്. നല്ല മലക്കുകൾ വരുന്ന അവസ്ഥ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തരട്ടെ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക, ഒരു സ്വാലിഹായ മനുഷ്യന്റെ റൂഹാണ് പിടിക്കുന്നതെങ്കിൽ അവിടെ സന്നിഹിതരാകുന്ന മലക്കുകൾ പറയും, ഓ റൂഹേ, നീ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വരോ, നീ ഇരിക്കുന്നത് ഒരു നല്ല മനുഷ്യന്റെ ശരീരത്തിനാ, ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നാലും. നല്ല ക്ഷണ കൊടുക്കുന്നത് പുറത്തു നിന്ന് മലക്കുകൾ. അല്ലാഹുവേ, റൂഹിനെ സ്നേഹത്തോടു കൂടെ പുറത്തുനിന്ന് വിളിക്കും, റൂഹേ, നീ ഒരു നല്ല ശരീരത്തിൽ വസിച്ചവനല്ലേ, നീ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നാലും. അങ്ങനെ റൂഹിനോട് പറയും, നീ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് ബഹുമാനിക്കപ്പെടുന്നവനെന്ന നിലയല്ല പുറത്തേക്ക് ഇറങ്ങി വരുന്നത്, വലിയ ബഹുമാനം നിനക്ക് പുറത്തു വെച്ചിരിക്കുന്നത്, ഒന്നും ഇറങ്ങി വന്നാലും. നീ വലിയ സന്തോഷങ്ങൾ അനുഭവിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്നോളൂ, സന്തോഷിച്ചോളൂ. വറബ്ബിന ഗൈരി ഗദ്ബാൻ, സ്നേഹം മാത്രം തരുന്ന, ഒരിക്കലും നിന്നോട് കോപിക്കാത്ത ഒരു റബ്ബ് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്, പുറത്തേക്ക് വന്നാലും റൂഹേ എന്ന് റൂഹിനോട് മലക്കുകൾ പുറത്തു നിന്ന് വിളിച്ചു പറയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
പടച്ചറബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ശരീരത്തിന്റെ വെള്ളിയിൽ നിന്നുകൊണ്ട് മലക്കുകൾ സൂചിപ്പിക്കുക, ശരീരത്തിന്റെ അകത്ത് കിടക്കുന്ന റൂഹെ, നീ ഇറങ്ങി വന്നാലും നിന്നെ സ്വീകരിക്കാൻ അവിടെ തയ്യാറായിരിക്കാം. അള്ളാഹുവെ നീ ഭാഗ്യം നൽകണേ അല്ലാ. അങ്ങനെ ഈ റൂഹിനോട് മലക്കുകൾ പുറത്തു നിന്ന് പറയും, ഫലാ തസാലു യുഖാലു ലഹാ ദാലിക ഹത്താ തഖ്റുജ. ഒരു പ്രാവശ്യം അല്ലാട്ടോ പറയാ, റൂഹ് വരുന്നത് വരെ പറയും. ഇത് ചില ശരീരങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും, അവർക്ക് അവരുടെ മരണത്തെ മനസ്സിലാക്കാൻ കഴിയും. ചില സ്വാലിഹീങ്ങൾ അതിന്റെ ഒരുക്കങ്ങൾ നേരത്തെ ചെയ്തു വെക്കാറുണ്ട്, അവർക്കത് പറയാൻ കഴിയും. കാരണം അവരുടെ ശരീരം ഈ റൂഹ് ഇറങ്ങാനുള്ളതായ ആ വെപ്രാളം കാണിക്കുന്നതിനെ തിരിച്ചറിയും. അവരുടെ ഇലാഹി ചിന്ത അത് ബോധ്യപ്പെടുത്തി കൊടുക്കും. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, അങ്ങനെ ആ റൂഹ് ഇറങ്ങി വരുന്ന അവസ്ഥ, അതിനെ മഹാന്മാരായ മലക്കുകൾ എടുക്കുന്ന ഒരവസ്ഥ വരുന്നു. യഥാർത്ഥത്തിൽ അവൻ മരിച്ചു വീഴുന്നു. ആ സമയത്ത് ഈ റൂഹുമായി അള്ളാഹുവിന്റെ മലക്കുകൾ ആകാശത്തിന്റെ കവാടങ്ങളിലേക്ക് പറക്കും. എന്നിട്ട് അവിടെ ചൊല്ലും, ആകാശത്തിന്റെ കവാടം തുറക്കാൻ ആവശ്യപ്പെടും. സ്വാഭാവികമാണ്, അടച്ചുപൂട്ടപ്പെട്ട ആകാശത്തിന്റെ കവാടത്തിലൂടെ ഇനി പ്രവേശിക്കേണ്ട ആളുടെ ക്വാളിറ്റി അനുസരിച്ച ഈ കവാടം തുറക്കണോ വേണ്ടയോ എന്ന തീരുമാനം ആ കാവൽക്കാരായ മലക്കുകൾ എടുക്കാം. ചോദിക്കും, ആരാണ് ഇപ്പോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? അപ്പൊ പറയും, മഹാന്മാരായ മലക്കുകൾ പറയും, ഇത് ഇന്നാലിന്ന ആളുടെ റൂഹാണ് ഈ വന്നിരിക്കുന്നത്. ഫയുഖാലു മൻ ഹാദാ ഫയുഖാലു ഫുലാൻ, ഇന്നാലിന്ന ആളാ വന്നിരിക്കുന്നത്. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണല്ലോ, അദ്ദേഹം നല്ലൊരു മനുഷ്യനാണല്ലോ. ഫയുഖാലു മർഹബൻ ബിൻ നഫ്സി ത്വയ്യിബ കാനത് ഫിൽ ജസദി ത്വയ്യിബ്. നല്ല ശരീരത്തിന്റെ അകത്ത്, ഹറാമുകളൊന്നും ചെയ്യാത്ത ശരീരം, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അമലുകൾ കൊണ്ട് സജീവമായ ശരീരം, ആ നല്ല ശരീരത്തിന്റെ അകത്ത് ഇത്രയും കാലം വസിച്ചിരുന്ന നല്ല റൂഹേ, നിനക്ക് സ്വാഗതം, നിനക്ക് സ്വാഗതം. അങ്ങനെ പറയും. എന്നിട്ട് പറയും, ആകാശത്തിന്റെ കവാടത്തിലൂടെ അങ്ങ് കടന്നു പോകുമ്പോൾ നിനക്ക് ഞങ്ങൾ മംഗളം നേരുന്നു, നീ സന്തോഷിച്ചോളൂ. നിന്നെ കാത്തിരിക്കുന്നത് ഒരിക്കലും നിന്നോട് കോപിക്കാത്ത സ്നേഹം വിതറുന്ന ഒരു റബ്ബുണ്ട്, ആ റബ്ബ് നിന്നെ കാത്തിരിക്ക എന്ന് ആകാശത്തിന്റെ കവാടങ്ങളിലൂടെ ഈ റൂഹുമായി മലക്കുകൾ കടന്നു പോകുമ്പോ ആകാശത്തിലെ അന്തേവാസികളായ മലക്കുകൾ, കവാടത്തിൽ കാവൽ നിൽക്കുന്ന മലക്കുകൾ പറയുമെന്ന് പുണ്യനബി. അള്ളാഹു ആ ഭാഗ്യം നമുക്ക് തരട്ടെ, നമ്മുടെ മാതാപിതാക്കൾക്ക് നൽകട്ടെ. ഇനിയുണ്ട് മഹാന്മാരായ മലക്കുകൾ ചില ശരീരങ്ങളുടെ മുന്നിൽ ചെന്ന് നിൽക്കും. എന്നിട്ട് ആ ശരീരങ്ങളിൽ അധിവസിക്കുന്ന റൂഹുകളോട് പറയും, ഉഖ്റുജി അയ്യത്തുഹൻ നഫ്സുൽ ഖബീസത്തു കാനത് ഫിൽ ജസദിൽ ഖബീസ്. ഒരു വൃത്തികെട്ടവന്റെ ശരീരത്തിന്റെ അകത്ത് ചെന്നുകൂടി ആ വൃത്തികെട്ടവനെ പോലെ തന്നെ ജീവിച്ച വൃത്തികെട്ട റൂഹേ, നീ ഇങ്ങോട്ട് ഇറങ്ങി വാടാ എന്ന് പറഞ്ഞിട്ട് 2 തരം ക്ഷണമുണ്ടല്ലോ. സ്നേഹത്തോടുകൂടെ പുറത്തുനിന്ന് വിളിക്കുന്നതും വെല്ലുവിളിച്ചുകൊണ്ട് വലിച്ചഴച്ചു കൊണ്ടുപോകും. തല്ലാൻ വേണ്ടി വീടിന്റെ വാതിൽക്ക് ഒരു ഗുണ്ട വന്ന് നിന്നിട്ട് വിളിക്കുന്ന പോലെ മലക്കുകൾ വിളിക്കും അത്രേ. പേടിച്ചരണ്ട, ഇറങ്ങണോ വേണ്ടയോ, അതിന്റെ വെപ്രാളവും ടെൻഷനും അതും ഇതും ഒക്കെ ആയിട്ട് അങ്ങനെയുണ്ട്. അങ്ങനെ വരുന്ന ശരീരത്തിന്റെ കൊടച്ചിലും അലച്ചിലും ഒക്കെ ബോധ്യാവും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇതുപോലെ തന്നെ ആ റൂഹ് പിടിക്കുന്ന ഒരവസ്ഥ വന്നാൽ ഇതും ചുമന്നുകൊണ്ട് മലക്കുകൾ ആകാശത്തിലേക്ക് ചൊല്ലുമ്പോൾ ആകാശത്തിലെത്തുമ്പോൾ തന്നെ അവിടെ തടയപ്പെടുന്ന, എന്നിട്ട് ആ റൂഹിനെ തിരിച്ച് ഖബറിലേക്ക് പറഞ്ഞുവിടും. ഖബറിലിട്ടവനെ അനുഭവിപ്പിക്കുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇർജിഇ ദമീമ, നീ മടങ്ങിപ്പോടാ നിസ്സാരനായ റൂഹേ, നിസ്സാരപ്പെട്ടവരെ നീ പോ. ഫഇന്നഹു ലാ യുഫ്തഹു ലക അബ്വാബുസ് സമാഇ, ആകാശത്തിന്റെ കവാടം തുറന്ന് നിനക്ക് മുകളിലേക്ക് പോകാനുള്ള അനുവാദമില്ല, നീ പോണം. ഫതുർസലു മിനസ് സമാഇ സുമ്മ തസിറു ഇലൽ ഖബർ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തുൽ അനാമിന്റെ ചിന്തനീയമായ ആയത്തുകൾ നമ്മുടെ മുന്നിൽ വിഭാവനം ചെയ്യുന്നത് ഇതൊക്കെ തന്നെയാണ്. അടുത്ത ആയത്ത് കേട്ടോളൂ. ഖുൽ മൻ യുനജ്ജീകും മിൻ ദുലുമാത്തിൽ ബർരി വൽ ബഹരി തദ്ഊനഹു തളർറുഅൻ വഖുഫിയാ ലഇൻ അൻസാനാ മിൻ ഹാദിഹി ലനകൂനന്ന മിനശ് ശാകിരീൻ. ഒരാപത്ത് വരുമ്പോൾ അല്ലാഹനെ വിളിക്കും. അങ്ങനെയുണ്ട്. ഒരാപത്ത് വരുമ്പോൾ, ഒരു വിഷമം വരുമ്പോൾ അള്ളാഹുവിനെ വിളിക്കുന്നവരാ ഞാനും നിങ്ങളും. എന്നിട്ടോ വിഷമം മാറുമ്പോ പാടെ അങ്ങ് മറന്നു പോകും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ.
ആപത്ത് വരുമ്പോ വിളിക്കുന്ന ഒരു വിളി എങ്ങനെയാ? തദ്ഊനഹു തളർഉൻ വഖുഫിയ, രഹസ്യമായി വിനയത്തോടെ സ്വകാര്യമായി, ആരെയും ബോധിപ്പിക്കാനല്ല, സ്വന്തം ശരീരത്തിന്റെ ആവശ്യം മനസ്സറിഞ്ഞ് ആരെയും ബോധിപ്പിക്കാനില്ല, അല്ലാഹനെ കരളുരുകി ഏകാന്തതയിൽ വിളിച്ചുകൂട്ടും. ലൈൻ അൻസാനാ മിൻ ഹാദിഹി ലനകുനന്ന മിനശ് ശാകിരീൻ, പടച്ചോനെ ഞാൻ ഈ പെട്ടിരിക്കുന്ന ആപത്തിൽ നിന്നും നീ എന്നൊന്ന് രക്ഷപ്പെടുത്തിയാൽ ഞാൻ നല്ലവനായിക്കൊള്ളാം എന്ന് പ്രതിജ്ഞയും ചെയ്യും. അള്ളാഹുവിനെ വിളിച്ച് ചോദിക്കുന്നതിന്റെ കൂടെ അള്ളാഹു ചോദിക്കാണ്, ഖുലില്ലാഹു യുനജ്ജീകും, ഖുൽ അല്ലാഹു യുനജ്ജീകും, ഖുലില്ലാഹു യുനജ്ജീകും മിൻഹാ. ഒറ്റക്ക് ഓതുമ്പോ ഖുൽ, അങ്ങ് പറയ് നബിയെ, അല്ലാഹു യുനജ്ജീകും മിൻഹാ വമിൻ കുല്ലി കർബിൻ സുമ്മ അൻതും തുശ്രികൂൻ, ഖുലില്ലാഹു യുനജ്ജീകും മിൻഹാ. നിങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ആപത്ത് മുസീബത്തുകളിൽ നിന്നും അള്ളയാണ് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തുന്നത്. രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വഭാവം മാറും, നിങ്ങളുടെ സ്വഭാവം മാറും, നിങ്ങൾ നിഷേധികളായി മാറും. ആരാണ് അള്ളാഹു? പുനർജീവിപ്പിക്കുന്നവൻ അള്ളാഹു. ചെറിയ രീതിയിലൊന്നും അള്ളാഹനെ മനസ്സിലാക്കരുത്. ഖുൽ ഹുവൽ ഖാദിറു അലാ അൻ യബ്അസ അലൈക്കും അദാബൻ മിൻ ഫൗഖിക്കും ഔ മിൻ തഹ്തി അർജുലിക്കും ഔ യൽബിസകും ശിയഅൻ വയുദീഖ ബഅദകും ബഅസ ബഅദ് ഉൻദുർ കൈഫ നുസർരിഫുൽ ആയാത് ലഅല്ലഹും യഫ്ഖഹൂൻ. അള്ളാഹുവിന് കഴിവുണ്ടവന്റെ കഴിവെങ്ങനെ? നിങ്ങളിലേക്കൊരു ശിക്ഷ അവൻ ഇറക്കാൻ തീരുമാനിച്ചാൽ നിങ്ങളുടെ മുകളിലൂടെ ഇറങ്ങാം, ആകാശത്തിൽ നിന്നിറങ്ങാം, നിങ്ങളുടെ കാൽപാദങ്ങളുടെ അടിയിലൂടെ അത് വരാം. ഭൂകമ്പാവാം, പ്രളയാവാം, എങ്ങനെയാവാം. ഔ മിൻ തഹ്തി അർജുലിക്കും ഔ യൽബിസകും ശിയഅ, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ അനൈക്യം തന്നുകൊണ്ട് നിങ്ങളിൽ ചിലരെ പേരടി വെട്ടുന്ന രീതിയിൽ യുദ്ധങ്ങൾ നടത്തിയിട്ട് അങ്ങനെയും അല്ലാഹുവിന്റെ അദാബ് വരാം. വയുദീഖ ബഅദകും ബഅസ ബഅദ് ഉൻദുർ കൈഫ നുസർരിഫുൽ ആയാത്. എവിടെ തിരിഞ്ഞാലും അള്ളാഹനെ കാണാനുണ്ട്, എവിടേക്ക് ചിന്തിച്ചാലും ഇത് അള്ളാഹുവിന്റെ പ്രവൃത്തിയാണെന്ന് ആലോചിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. ലഅല്ലഹും യഫ്ഖഹൂൻ, മനസ്സിലാക്കണേ. എവിടെ ചിന്തിച്ചാലും എവിടേക്ക് തിരിഞ്ഞാലും അള്ളാഹുവിന് ബോധ്യപ്പെടാനുണ്ട്. എന്ത് രസകരമായ ആയത്തുകളാണ് സൂറത്തുൽ അൻആമിന്റെ ഈ പറയപ്പെട്ട 59, 60, 61, 62, 63, 64, 65 7 ആയത്തുകളാണ് അള്ളാഹിനെ പറ്റി പറഞ്ഞ ഈ 7 ആയത്തുകൾ. ഈ 7 ആയത്തുകളുടെ കൂടെ അള്ളാഹിനെ ബോധിപ്പിക്കുന്ന ഒരു ദുആയും കൂടി ചേർത്ത് വെച്ചാൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രധാന അധ്യാപനത്തിന്റെ ഒരു പാഠം അങ്ങ് പഠിച്ചു. ഐഷ റളിയല്ലാഹു അൻഹയോട് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് ഐഷ ബീവിയെ റളിയല്ലാഹു അൻഹ പ്രോത്സാഹിപ്പിച്ച് പഠിപ്പിച്ചു കൊടുത്ത അള്ളാഹിനെ ബോധിപ്പിക്കുന്ന ഒരു ദുആയുണ്ട്. ഈ 7 ആയത്തുകൾ അള്ളാഹിനെ ബോധിപ്പിച്ച ആയത്ത്, അതോടൊപ്പം ഒരു ദുആയും കൂടി മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ദുആ ഉണ്ട്. ആ ദുആ ഐഷ റളിയല്ലാഹു അൻഹയ്ക്ക് പഠിപ്പിച്ചു കൊടുത്ത ദുആ. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ ആ ദുആ കാണാം, ഇബ്നു മാജയുടെ സുനനിലും ആ ദുആ കാണാം. അൻ ഐഷ റളിയല്ലാഹു അൻഹ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലമഹാ ഹാദാ ദുആ. ഐഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ദുആ. ദുആ കേട്ടോളൂ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിനൽ ഖൈരി കുല്ലിഹി ആജിലിഹി വആജിലിഹി മാ ലിംതു മിൻഹു വമാ ലം അഅലം വഅഊദു ബിക മിനശ് ശർരി കുല്ലിഹി ആജിലിഹി വആജിലിഹി മാ അലിംതു മിൻ വമാ ലം അഅലം اللهم إني أسألك من خير ما سألك عبدك ونبيك محمد صلى الله عليه وسلم وأعوذ بك من شر ما عاذ منه عبدك ونبيك اللهم إني أسألك الجنة وما قرب إليها من قول أو عمل
وأعوذ بك من النار وما قرب إليها من قول أو عمل وأسألك أن تجعل كل قضاء تقضيه لي خيرا. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇത് വല്ലാത്തൊരു ദുആയാണ്. എന്താണ് ഈ ദുആന്റെ അർത്ഥം? അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിനൽ ഖൈരി കുല്ലിഹി, പടച്ചോനെ എല്ലാ ഖൈറും ഞാൻ നിന്നോട് ചോദിക്കുന്നു. ആജിലിഹി, പെട്ടെന്നുണ്ടാവേണ്ട ഖൈറായ കാര്യങ്ങളുണ്ട്. വ ആജിലിഹി, കുറെ കഴിഞ്ഞിട്ടുണ്ടാവാനുള്ളതുണ്ട്. നിലവിൽ എനിക്ക് ഉണ്ടാവേണ്ട ഖൈറായ കാര്യങ്ങൾ, നിലവിൽ സംഭവിക്കേണ്ട തൊട്ടടുത്തുള്ള ഖൈറായ കാര്യങ്ങൾ മുഴുവനും ഞാൻ ചോദിക്കാം. ശേഷം കുറെ കഴിഞ്ഞ് സംഭവിക്കാനുള്ളത് കുറെ ഉണ്ട്, അതും ഞാൻ നിന്നോട് ചോദിക്കാണെന്നാ. എനിക്ക് അറിയുന്നതും അറിയാത്തതുമായ എല്ലാ ഖൈറുകളെയും ഞാൻ നിന്നോട് ചോദിക്കാം. റസൂലുള്ളാഹി പഠിപ്പിച്ച ദുആയാണ്. അല്ലാഹുവേ, ഞാൻ അറിഞ്ഞതും അറിയാത്തതൊക്കെ നിനക്കറിയാലോ. എന്റെ തൊട്ടു മുന്നിലുള്ളതും വരാനുള്ളതൊക്കെ നിനക്കല്ലേ അറിയൂ. അതൊന്നും എനിക്കറിയില്ല. ഞാൻ അതൊക്കെ ചോദിക്കാം നിന്നോട്. അതൊക്കെ നിന്റെ കയ്യിലാണ്. അതൊക്കെ അള്ളാഹുവിന്റെ കയ്യിലാണെന്ന് ബോധ്യപ്പെടാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വഅഊദു ബിക മിനശ്ശർരി കുല്ലിഹി, എല്ലാ ശർറ്, എന്റെ തൊട്ടു മുന്നിലുള്ളത് വരാനുള്ളത് ഞാൻ അറിഞ്ഞത് അറിയാത്തത് എല്ലാം നിനക്കറിയാം അല്ലാഹ്. അതൊക്കെ നിന്നോട് ഞാൻ ആ ഷറുകളെ തൊട്ടൊക്കെ കാവൽ ചോദിക്കുന്നു നിന്നോട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, പടച്ച റബ്ബേ നിന്നോട് ഞാൻ ചോദിക്കട്ടെ, മിൻ ഖൈരി മാ സഅലക അബ്ദുക വനബിയുക മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, നിന്റെ ഹബീബ് ചോദിച്ച ഖൈറായ കാര്യങ്ങളൊക്കെ ഞാൻ നിന്നോട് ചോദിക്കുന്നു അല്ലാഹ്. നിന്റെ ഹബീബ് നിന്നോട് കാവൽ തേടിയ കാര്യങ്ങളെ തൊട്ട് ഞാൻ കാവൽ തേടുന്നു അല്ലാഹ്. വഅഊദു ബിക മിൻ ശർരി മാ ആദ ബിഹി ആദ മിൻഹു അബ്ദുക വനബിയുക. റസൂലുള്ളാഹി കാവൽ തേടിയ എല്ലാ ശർറ് മുസീബത്തുകളിലും എനിക്ക് കാവൽ തരണേ. അവിടുന്ന് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് നിന്നോട് ചോദിച്ച ഖൈറുകൾ മുഴുവനും നീ എനിക്ക് തരണേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്നത വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ ഔ അമൽ. ഞാൻ നിന്നോട് സ്വർഗ്ഗം ചോദിക്കാനല്ലാഹ്. സ്വർഗം മാത്രം പോരാ, സ്വർഗത്തിലേക്ക് എന്നെ അടുപ്പിക്കുന്ന വാക്ക്, പ്രവൃത്തി, ചിന്തയും എനിക്ക് വേണം. സ്വർഗം മാത്രം ചോദിച്ചിട്ട് തോന്നിയാതിരി ജീവിക്കല്ല, അതിലേക്ക് അടുപ്പിക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് എനിക്ക് എത്തണം. നരകത്തെ തൊട്ട് നിന്നോട് ഞാൻ കാവൽ തേടുന്നു അല്ലാഹ്. അല്ലാഹുവേ, നരകത്തിലേക്ക് അടുപ്പിക്കുന്നതായ കാര്യകാരണങ്ങൾ, വാക്ക്, പ്രവൃത്തി, അതിൽ നിന്നും എന്നെ നീ ഒഴിവാക്കി നിർത്തണേ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ പിന്നെയും ചോദിക്കാണ്, എനിക്ക് വേണ്ടി നീ എന്തൊക്കെയാണ് ഖളാ ആക്കിയെന്ന് എനിക്ക് അറിയില്ല. എനിക്കെല്ലാം അറിയോ? എനിക്കൊന്നും അറിയില്ലല്ലോ. എനിക്ക് വേണ്ടി നീ എന്തൊക്കെയാ ഖളാ ആക്കിയത്, അത് മുഴുവൻ എനിക്ക് ഖൈറായിരിക്കണം അല്ലാഹ്. ഖൈർ എന്ന് പറഞ്ഞാൽ നമുക്ക് ബോധ്യമാവാത്തൊരു കാര്യം ഖൈർ എന്നത്. ബോധ്യമാണ് കുറെ കഴിയണം. ആ സന്ദർഭത്തിൽ അത് ഖൈറാണോ ഷർറാണോ എന്നൊന്നും അറിയില്ല. കുറെ കഴിഞ്ഞത് ബോധ്യമാവുള്ളൂ. അത് നീ എനിക്ക് തരണം അള്ളാഹുവെ, ഖൈറാക്കി തരണം. ഇങ്ങനൊരു ദുആ ഐഷ റളിയല്ലാഹു അൻഹയ്ക്ക് മുത്തനബി പഠിപ്പിച്ചു കൊടുത്ത ദുആ, അള്ളാഹുവിനെ ബോധ്യപ്പെട്ട് ചെയ്യുന്ന ദുആയാണ്. ഈ ദുആയിൽ ദുനിയാവുമുണ്ട് ആഖിറുമുണ്ട്. ഒരാൾക്ക് ഭൂമിയിൽ വെച്ച് ചോദിക്കാനുള്ള എല്ലാം ഇതിലുണ്ട്. ഹബീബായ നബി തങ്ങൾ ചോദിച്ചതും അവിടുത്തെ കാവൽ തേടിയതെല്ലാം ഇതിലുണ്ട്. നമുക്ക് വരാനിരിക്കുന്ന ഭാവിയിലെ നാം അറിയാത്ത എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. ഇങ്ങനെ വലിയ അർത്ഥതലങ്ങളിലേക്ക് വാക്കുകൾ വിരൽ ചൂണ്ടുന്ന, വലിയ ആശയം വിഭാവനം ചെയ്യുന്ന ഈ ദുആ ജീവിതത്തിന്റെ ഭാഗമാക്കണം. ഇത് ഏതെങ്കിലും ഒരു നേരം, ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് ചൊല്ലാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഐഷ ബീവി മുടങ്ങാതെ ചൊല്ലിയ റസൂലുള്ളാഹി പഠിപ്പിച്ച ഒരു ദുആയും കൂടിയാണിത്. അള്ളാഹു അമൽ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അള്ളാഹുവെ, നീ കബൂലാക്കണേ തമ്പുരാനെ. അള്ളാഹ്, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ റഹ്മാനെ. രോഗങ്ങൾ ശിഫയാക്കണേ അള്ളാഹ്. അറിഞ്ഞു ചെയ്ത, അറിയാതെ ചെയ്ത, രഹസ്യമായി സംഭവിച്ച, പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, ദുആ കൊണ്ട് വസിയത്ത് ഏൽപ്പിച്ചവർ, ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ എല്ലാവരിലും നീ ഖൈർ നൽകുക അല്ലാഹ്. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണേ അല്ലാഹ്. വിദേശത്തുള്ള മകൻ 2 വർഷമായി ജോലി തേടുന്നു, ഇതുവരെ ജോലിയൊന്നുമായില്ല.
ഒരു പ്രിയ സഹോദരൻ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. അല്ലാഹുവേ, ആ സഹോദരന്റെ മകന് ഖൈറായ ജോലി നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ കുടുംബത്തിൽ റബ്ബേ ജോലി തേടുന്ന പലരുമുണ്ട്, ഖൈറായ ജോലി അടുപ്പിക്കണേ അല്ലാഹ്. വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങളെ അടുപ്പിക്കണേ അല്ലാഹ്. കടബാധ്യത ഉള്ളവരുണ്ട് റബ്ബേ, കടങ്ങൾ വീട്ടിക്കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ക്ലാസിന്റെ കമന്റ് ബോക്സിൽ വന്നുകൊണ്ട് ഒരുപാട് വസിയത്ത് പറയുന്ന ഉമ്മമാരുണ്ട്, സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്, രോഗങ്ങള് വിഷമങ്ങൾ പറയുന്നവരുണ്ട്. എല്ലാവർക്കും റബ്ബേ നീ ആശ്വാസം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ, കുടുംബത്തിലും കുടുംബക്കാരിലും ഐശ്വര്യം നൽകുകയല്ല. ഞങ്ങളുടെ പ്രവാസികളെ റബ്ബേ നീ കാക്കണേ അല്ലാഹ്. ലോകത്തുള്ള മോമിനീങ്ങൾക്ക് നീ നല്ലത് വരുത്തണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഫലസ്തീനിലെ മുസ്ലിമീങ്ങളെ നീ കാക്കണേ അല്ലാഹ്. പീഡിതരായ മോമിനീങ്ങൾക്ക് നീ ആശ്വാസം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ, ദുആ വസിയത്ത് ഏൽപ്പിച്ച പലരുമുണ്ട് തമ്പുരാനെ. 17 വയസ്സുള്ള ഒരു പൊന്നുമോൾ ആസ്റ്റർ മെഡിസിറ്റിയിലെ ബ്ലഡ് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റുമായി അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ്. നീ രക്ഷപ്പെടുത്തണം അല്ലാഹ്. ന്യൂറോൺ സംബന്ധമായ പ്രയാസമുള്ള ഒരു മോൾക്ക് വേണ്ടി +2 പഠിക്കുന്ന മറ്റൊരു മോള് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞേൽപ്പിച്ചു. ശിഫാ നൽകണേ അല്ലാഹ്, ശിഫാ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ഇന്ന് മരിച്ചുപോയ പലരുടെയും ആണ്ട് ദിവസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. പലരുടെയും ഓരോ ദിവസവും പ്രത്യേകം ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. മരിച്ചുപോയ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, അവർക്ക് നീ പരിപൂർണമായ പാപമോചനം നൽകണേ അല്ലാഹ്. സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളിൽ എത്തിക്കണേ അല്ലാഹ്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. بفضله صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.